warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിച്ച് അവൻ്റെ സജ്ജനങ്ങളിലും ഉത്തമ മുത്തഖീങ്ങളിലും നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികളിൽ കഴിയുന്ന, രോഗികളായി രോഗത്തോടുകൂടി കഴിയുന്ന, ഹോസ്പിറ്റലിലും അല്ലാതെയും ഒക്കെ കഴിയുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ജനങ്ങൾക്ക് തടയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയെ. ജനങ്ങൾക്ക് തടയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്കൊന്ന് അറിയിച്ചു തരണം നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ, വെള്ളം ജനങ്ങൾക്ക് തടയാൻ പാടില്ല, അതുപോലെ ഉപ്പ് ജനങ്ങൾക്ക് തടയാൻ പാടില്ല, 3 തീ അതും ജനങ്ങൾക്ക് തടയാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും മാർഗത്തിൽ തടയിടാൻ നിങ്ങൾക്ക് പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ, ഈ നബി തങ്ങളുടെ മറുപടി കേട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വെള്ളത്തിന്റെ കാര്യവും അതിന്റെ പ്രതിഫലവും ഞങ്ങൾക്കറിയാം നബിയെ, എന്നാൽ ഉപ്പിന്റെ കാര്യം എന്താ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കത്തില്ല. പിശുക്കന്മാരെ സംബന്ധിച്ച് പറയാറ് അല്ലെ, മുറിഞ്ഞ കൈക്ക് അല്പം ഉപ്പ് തേക്കാൻ പറഞ്ഞ ആ ഉപ്പ് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, വെള്ളത്തിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, അതിന്റെ പുണ്യം എന്താണെന്നും അതിന്റെ പ്രതിഫലം എന്താണെന്നും ഞങ്ങൾക്കറിയാം റസൂലേ. ഉപ്പ് എന്താണ്, അതിന്റെ കാര്യം എന്താണ് റസൂലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ ഒരു നുള്ളുപ്പ് ഒരാൾക്ക് കൊടുത്താൽ ആ ഉപ്പ് കൊണ്ട് ആ ഭക്ഷണം വേവിക്കുന്ന, പാചകം ചെയ്യുമ്പോൾ എത്രത്തോളം ആ ഭക്ഷണം അതിലുണ്ടോ, ആ ഭക്ഷണം മുഴുവനും പാചകം ചെയ്തിട്ട് അത് ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലമാണ് ഒരു ഉപ്പ്, ഒരല്പം ഉപ്പ് കൊടുക്കുന്നതിന്റെ പ്രതിഫലം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. നമുക്കറിയാം, ഉപ്പ് ഭക്ഷണത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉപ്പ് ഇട്ട് പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണം എത്രത്തോളം ഉണ്ടോ അതിന്റെ മുഴുവനും പ്രതിഫലം ആ ഉപ്പ് കൊടുത്ത ആളിന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ആയിഷ ബീവി ചോദിച്ചു, പിന്നെ തീയുടെ വിഷയം എന്താണ് റസൂലേ? തീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തീപ്പെട്ടി, തീ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ മാർഗം. ഇന്ന് നമുക്ക് മറ്റ് സംവിധാനങ്ങൾ അറിയാം, ഒന്നെങ്കിൽ തീപ്പെട്ടി അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കാൻ വേണ്ടിയുള്ള സിലിണ്ടർ, ഇതൊക്കെ നമുക്ക് തീയിന്റെ മാർഗമായി ഉപയോഗിക്കാം. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, തീയുടെ കാര്യം എന്താണ് റസൂലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ അല്പം തീ പാചകം ചെയ്യുന്നതിന് വേണ്ടി നീ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ തീ കൊണ്ട് പാചകം ചെയ്ത് വേവിക്കുന്ന ഭക്ഷണം മുഴുവനും നീ ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും ആയിഷ. അതുകൊണ്ട് തീയും ഒരാൾ ചോദിച്ചാലും, തീപ്പെട്ടിയും അല്ലെങ്കിൽ അതിന്റെ മാർഗങ്ങളും ഒരാൾ ചോദിച്ചാലും നീ തടയരുതേ, ഉപ്പ് നീ തടയരുതേ, നീ വെള്ളം തടയരുതേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. അല്ലാഹു തആല ആകാശത്തുള്ള 4 അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല വർഷിപ്പിച്ചത്. 4 കാര്യങ്ങളെ അനുഗ്രഹങ്ങളായിട്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് അല്ലാഹു തആല വർഷിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് വെള്ളം എന്ന് പറയുന്നത്, അതുപോലെ ഉപ്പ്, അതുപോലെ തീയ്, അതുപോലെ തന്നെ ഇരുമ്പ്. ഇത് 4ഉം അല്ലാഹു തആല ഭൂമിയിലേക്ക്, ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ അവന്റെ അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും പ്രത്യേകമായ പദവിയും പ്രതാപവും അല്ലെങ്കിൽ അതിന്റെ ബഹുമാനത്തോടും കൂടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. അപ്പം അതിന് പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായ ആദരവും അതേപോലെ പ്രത്യേകമായ പുണ്യങ്ങളും അത് പരിഗണിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും. അല്ലാഹു തആല അത്തരത്തിൽ നന്മയുടെ അഹിലുകാരായി ദാനധർമ്മങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇവിടെ ഇല്ല എന്ന് പറയും.
വിശുദ്ധമായ ഖുർആനിൽ അറയത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ എന്ന വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ആ ഭാഗത്തിന്റെ ഖുർആന്റെ തഫ്സീർ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് പ്രാഥമികമായി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കാത്തവരും. നമ്മുടെ വീട്ടിലൊരു മൺവെട്ടിയുണ്ട്, നമ്മുടെ വീട്ടിൽ ആർക്കും അത് കൊടുക്കത്തില്ല. നമ്മുടെ ചേമ്പും നമ്മുടെ ചേനയും നമ്മുടെ കാച്ചിലുമൊക്കെ അത് കിളച്ചു മറിക്കുന്നതിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അടുത്ത വീട്ടിലൊരാൾ അത്യാവശ്യത്തിന് ഒരു മൺവെട്ടി വന്ന് ചോദിച്ചാൽ കൊടുക്കാറില്ല. എവിടെയില്ല മൺവെട്ടി എന്ന് പറയും. പരോപകാരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തടയുന്നവർ. ഒരു വെട്ടുകത്തി ഒരാൾ അത്യാവശ്യത്തിന് വന്ന് ചോദിച്ചു, അതിന്റെ വാർത്തള നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? കൊടുക്കത്തില്ല. ഇവിടെയില്ല അത്. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നപ്പോൾ നീ കൊണ്ടുപോയിട്ട് അത് മടക്കിക്കൊണ്ടാണല്ലോ വന്നത്. പൊതുവായിട്ട് ഞാനും നിങ്ങളൊക്കെ പറയുന്ന കാര്യം അതായിരിക്കും. അതുകൊണ്ട് നിനക്ക് നീ അത് തരത്തേയില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു പേന, അത്യാവശ്യത്തിന് പേനയുണ്ട്, എഴുതാൻ ചോദിച്ചു, കൊടുത്തില്ല. നിനക്ക് തരത്തില്ല പേന, അല്ലെങ്കിൽ ഇവിടെ ഇല്ല പേന. ഇങ്ങനെയൊക്കെ പറയുന്നവ യുംനഊനൽ മാഊൻ, അത് ഏറ്റവും കഠിനകഠോരമായ തെറ്റാണ്. ജനങ്ങൾക്ക് പരോപകാരമായ കാര്യങ്ങൾ തടഞ്ഞു വെക്കുന്നവർ അവർ ദീനിനെ കളവാക്കിയവരാണ് റസൂല് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിച്ചു. അത്തരത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്മയുടെ അഹ്ലുകാരായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ